ഹായ് ഹലോ GK ഐലൻഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനുമായിട്ടാണ്. അതെ, തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന LD ക്ലർക്ക് എക്സാമിന്റെ ടൈം ടേബിൾ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ടൈം ടേബിൾ നോക്കുകയാണെങ്കിൽ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് പരീക്ഷ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ ഓരോ മാസങ്ങളിൽ എക്സാം നടക്കും. ജൂലൈ മാസത്തിലെ കലണ്ടറും PSC പബ്ലിഷ് ചെയ്തതായി കാണാം. തിരുവനന്തപുരം ജില്ലയിൽ ജൂലൈ മാസം എക്സാം നടക്കുന്നുണ്ട്. എക്സാം ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജൂലൈ 27 ആണ് തിരുവനന്തപുരം ജില്ലയുടെ എക്സാം ഡേറ്റ്. അതുകൂടാതെ മറ്റ് പ്രധാന പരീക്ഷകളായ UPST, LPST, ഖാദി ബോർഡ് LDC എന്നീ പരീക്ഷകളും ജൂലൈ മാസം ആണ് നടക്കുന്നത്. ടൈം ടേബിൾ നോക്കിയാൽ അറിയാം, പരീക്ഷയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 3 മാസമാണ്. ജൂലൈയിൽ നമ്മുടെ ആദ്യത്തെ പരീക്ഷ തുടങ്ങും. അതുകൊണ്ട് മുന്നിലുള്ള ടൈം 3 മാസമാണ്. ഇനി നിങ്ങളുടെ ജില്ല ഏതാണെങ്കിലും പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള സമയം ജൂലൈ വരെയാണ് എന്ന് കണക്കാക്കി തന്നെ പഠിക്കുക. അപ്പോൾ ഇന്ന് മുതൽ ഇനിയും പഠിക്കാത്തവർ, കാര്യമായി പഠിക്കാൻ തുടങ്ങാത്തവർ ഉണ്ടെങ്കിൽ തുടങ്ങിക്കൊള്ളുക. 3 മാസം മുന്നിലുണ്ട്. കഠിനമായി പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുകയാണെങ്കിൽ നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. നമുക്ക് ടൈം ടേബിൾ നോക്കാം. നമ്മൾ പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയുടെ എക്സാം നടക്കുന്നത് 2024 ജൂലൈയിലാണ്. 2024 ആഗസ്റ്റിൽ എക്സാം നടക്കുന്നത് കൊല്ലം, കണ്ണൂർ, പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ്. 2024 സെപ്റ്റംബർ മാസം എക്സാം നടക്കുന്നത് ആലപ്പുഴ, പാലക്കാട്, കോട്ടയം, കോഴിക്കോട് മുതലായ ജില്ലകൾക്കാണ്. ഒക്ടോബർ മാസം എക്സാം നടക്കുന്നത് ഇടുക്കി, മലപ്പുറം, എറണാകുളം, വയനാട് എന്നീ ജില്ലകൾക്കാണ്. അതുപോലെ തന്നെ തസ്തിക മാറ്റം വഴിയുള്ള നിയമനവുമായി ബന്ധപ്പെട്ട എക്സാം 14 ജില്ലകൾക്കും നടക്കുന്നത് 24 ഒക്ടോബർ മാസം തന്നെയായിരിക്കും. സോ ഇതാണ് നമ്മുടെ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ടൈം ടേബിൾ വന്നിരിക്കുന്നത്. സോ എന്താണ്, LDC വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കായുള്ള പരീക്ഷകൾ അവസാനിപ്പിക്കുന്നത് ഏകദേശം ഒക്ടോബർ മാസത്തോടു കൂടിയാണ് അല്ലെ. 12,000-ലധികം വേക്കൻസീസ് ആണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു അവസരമാണ്. എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഒരു നല്ല ടേണിംഗ് പോയിന്റ് ആണ് എന്ന് ഓർമ്മിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി കഠിനമായി പഠിക്കുക, പ്രയത്നിക്കുക.